ഹേ ബഡീസ്, വെൽക്കം ടു മൂവി മലയാളി. നമ്മൾ ഇന്ന് ഗസ് ഹൂ ഐ ആം എന്ന സീരീസിന്റെ 14ാമത്തെ എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. എപ്പിസോഡിന്റെ തുടക്കത്തിലാകട്ടെ നമ്മുടെ ജിയാങ്കും സോങ്ങും ജിയും കൂടെ കാറിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമായിരിക്കും. അപ്പൊ ജി ആണെങ്കിലോ അവന്റെ ബിസിനസ് കാര്യങ്ങളെ കുറിച്ച് പറയുകയായിരിക്കും. അപ്പൊ ജിയാങ്ക് ഇങ്ങനെ പറയുന്നുണ്ട്, സോങ് കേൾക്കുന്നു. അപ്പത്തേക്കും അവൾ ഇതൊക്കെ ഒന്നും കേൾക്കണ്ടെന്ന് വെച്ചിട്ട് ഹെഡ്സെറ്റ് എടുത്ത് കുത്താൻ നേരം ആകുമ്പോഴത്തേക്കും നമ്മുടെ ജി പറയും, അതൊന്നും കുഴപ്പമില്ല, നമ്മൾ ഇനി മുതൽ ഇവളിൽ നിന്നും ഒന്നും ഹൈഡ് ചെയ്യുന്നില്ല, കാരണം അവൾക്ക് നമ്മളെ കുറിച്ച് ഇപ്പൊ എല്ലാം അറിയാമെന്ന്. ഇത് കേട്ട് ജിയാങ്കാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്ത പോലെ തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ സോങ്ങിനാകട്ടെ ഭയങ്കര സന്തോഷാണ് ഇവനിങ്ങനെ പറഞ്ഞതില്. അതിനുശേഷം സോങ്ങിനെയാണെങ്കിൽ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അവളിങ്ങനെ പറയുന്നുണ്ട്, ഇന്ന് നേരത്തെ വരണം ജോലി കഴിഞ്ഞെന്ന്. എന്നിട്ട് അവൻ അവിടെ ചെന്നിട്ട് എല്ലാവരും കൂടി ബിസിനസിന്റെ ഓരോ മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കുറേ അങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പത്തേക്കും രാത്രി നന്നായിട്ട് വൈകി കാണും. എല്ലാം കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ അങ്ങോട്ട് പോകും. അവിടെ ചെന്ന് വീട്ടിലെത്തുമ്പോഴാണ് ഇവൻ ഓർക്ക സോങ് പറഞ്ഞത് നേരത്തെ എത്തണമെന്നൊക്കെ. ഇതേ സമയം നമ്മുടെ ജിയാങ്കും സിയും കൂടി ഓഫീസിൽ തന്നെയാണ്. അവർ ഇന്ന് മീറ്റിങ്ങിന്റെ എല്ലാത്തിന്റെയും പ്രിന്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മുടെ ജിയാങ്ക് ഇങ്ങനെ പറയുന്നുണ്ട്, ജിയാണെങ്കിൽ എല്ലാ സോങ്ങിനോട് പറഞ്ഞിരിക്കുന്നു അവനിപ്പോൾ അവളെ നല്ല വിശ്വാസമാണെന്നൊക്കെ. പക്ഷെ സി ആണെങ്കിൽ ഇവന്റെ കൂടെ നിൽക്കാതെ അവളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അവൾ നല്ല ഇന്നസെന്റ് ഗേൾ ആണ്. കാരണം അവളാണെങ്കിൽ അന്ന് ലൈവിൽ വന്നപ്പോഴും അവനെ നന്നായിട്ടാണ് സപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിലൊരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇവളാണെങ്കിൽ പ്രിന്റ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ പോവാൻ നേരത്ത് പറയാം അത് മൊത്തം ഡിലീറ്റ് ചെയ്യാം. എന്നിട്ടാണെങ്കിൽ ഇവൻ അതുപോലെ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആരോ ഒരാള് ഓൾറെഡി അതില് പെൻ ഡ്രൈവ് കുത്തിയിട്ട് മൊത്തം ചോർത്തിയെടുത്തിരുന്നു. എന്നിട്ട് നമ്മുടെ അങ്കിളിനെ കൊണ്ട് കൊടുക്കുന്നു. ആരാന്നൊന്നും നമ്മളെ കാണിക്കുന്നില്ല കേട്ടോ. അടുത്ത സീനിലായി നമ്മളെ കാണിക്കുന്നത് അനിയും കുട്ടനെയും ചേട്ടനെയാണ്. അപ്പൊ ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ ആണെങ്കിൽ ഇപ്പൊ പ്രൈസിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് ഈ പ്രപ്പോസൽ നമുക്ക് ചേഞ്ച് ചെയ്യാമെന്ന് പറയുന്നു. അപ്പൊ അവൻ ചോദിക്കും, അതെന്താ പെട്ടെന്ന് അങ്ങനെ മാറ്റുന്നതെന്ന്. എന്നിട്ടാണെങ്കിൽ ചേട്ടനാണെങ്കിൽ ഒരു ഫയൽ എടുത്ത് കൊടുക്കുന്നു. അപ്പൊ ഇവൻ നോക്കിയപ്പോ എന്താ, നമ്മുടെ ജിയുടെ ആ ഫയൽ ലീക്ക് ആയതാണ്. അതാണെങ്കിൽ ആ അങ്കിളെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരിങ്ങനെ പറയുന്നത്, ഇത് ചീറ്റിംഗ് ആണ്, നമ്മളിങ്ങനെ ചെയ്യരുത്, നമുക്ക് നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോയാൽ മതിയെന്ന്. അപ്പൊ ചേട്ടനത് സമ്മതിക്കുന്നില്ല. പക്ഷെ നമ്മുടെ അനിയും കുട്ടനാണെങ്കിൽ നല്ലൊരാളായതുകൊണ്ട് അവനത് ജീനോട് പറയുകയാണ്, എന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, കാരണം എനിക്ക് എൻ്റെ കമ്പനി നല്ല രീതിക്ക് ഫെയർ ആയിട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൻ ആറ്റിറ്റ്യൂഡ് ഇട്ട് ബാഗിൽ കയറി പോകുന്നു. എന്നിട്ട് പിന്നീട് ജി ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇത് ആരിൽ നിന്നുമായിരിക്കും ലീക്ക് ആയിട്ടുണ്ടാവുമെന്ന്. അവന്റെ മെയിൻ ആയിട്ടുള്ള സംശയം എന്തെന്ന് പറഞ്ഞാൽ ഇവർ6 പേരും കൂടിയിട്ടാണ് ഈ പ്രപ്പോസൽ ആണെങ്കിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സീനെ വിളിച്ച് പറയുകയാണ്, ഇതിങ്ങനെ ലീക്കായി, അതുകൊണ്ട് തന്നെ നമുക്കത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണമെന്ന്. അപ്പോൾ സി പറയുന്നുണ്ട്, ഞാനത് ചെയ്തോളാന്ന്. പക്ഷെ ഇവൻ പറയുന്നു, വേണ്ട, ഇത് ഞാൻ തന്നെ ചെയ്തോളാം എന്ന്. അതിനുശേഷം നമ്മുടെ ജി ആണെങ്കിൽ നേരെ ചെയർമാനെ കാണാനാണ് പോകുന്നത്. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പുള്ളിക്കാരൻ പറയുന്നതോ, അപ്പൊ നമ്മുടെ വെറ്റ് പെട്ടെന്ന് തന്നെ തീരുന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണ്, നമ്മുടെ ജി ആണെങ്കിൽ ഈ പ്രപ്പോസൽ അതായത് ഇവൻ ഫെയിലായ ഇവിടെ നിന്ന് തന്നെ ഈ കമ്പനിയിൽ തന്നെ പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവൻ പറയുന്നുണ്ട്, ഞാൻ കാരണമല്ല ഇത് ലീക്കായത്, നമ്മുടെ കമ്പനിയിലുള്ള ആൾക്കാർ തന്നെയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയും അത് കണ്ടുപിടിക്കും. ഇതും പറഞ്ഞ് നമ്മുടെ ജി പോയതിനു ശേഷം ചെയർമാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് ജിയും ജിയാങ്കും സിയും കൂടി ഈ കാര്യം ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ആരാണ് ഈ ലീക്ക് ആക്കിയതെന്ന്. അവരെന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമുക്കിനി വേറെ കോൺട്രാക്ട് തുടങ്ങാം, അല്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ. അപ്പൊ ജിയാങ്ക് ഇങ്ങനെ പറയുന്നിട്ട് നമ്മുടെ ജി പറയുന്നതോ, നമ്മളിപ്പോൾ എത്ര പുതിയത് തുടങ്ങിയാലും അവരത് പിന്നെയും ലീക്ക് ആക്കുകയുള്ളൂ, അതുകൊണ്ട് നമുക്ക് കള്ളനെ ആദ്യം വേണം കണ്ടുപിടിക്കാനെന്ന്. ഈ സമയത്താണെങ്കിൽ സോങ് അങ്ങോട്ട് വരിക, എൻ്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണം, എന്ത് പറ്റി, നിങ്ങളൊക്കെ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. അപ്പോൾ ജി ആണെങ്കിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ ഇതെങ്ങനെയെങ്കിലും സെറ്റാക്കി എടുത്തോളാം, നീ ഇപ്പൊ അകത്തേക്ക് പോകുന്നു പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിടുകയാണ്. ഇതേ സമയം ഇവളാണെങ്കിലോ പിന്നെ ഓരോ കാരണം പറഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് വരികയാണ്, ഫ്രൂട്ട്സ് കൊണ്ടും കോഫി വേണോന്നൊക്കെ ചോദിച്ചോണ്ടൊക്കെ. എന്നിട്ട് ജിയാങ്ക് ഇങ്ങനെ നോക്കുമ്പോഴോ അവളിങ്ങനെ ഒളിഞ്ഞു നിന്ന് ഇവർ പറയുന്നതൊക്കെ കേൾക്കുകയാണ്. അപ്പൊ തന്നെ ഇവൻ പറയുന്നുണ്ട്, സോങ് നിനക്ക് എന്തെങ്കിലും കേൾക്കണമെങ്കിൽ ഇവിടെ വന്ന് കേട്ടോ, ദേ ഇവിടെ ഇല്ലേ സോഫയുണ്ട്, വന്നിരുന്ന് കേട്ടോ, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ ഇവിടെ വന്ന് പറഞ്ഞോന്നൊക്കെ. എന്നിട്ട് അവളെ നൈസായിട്ട് ചമ്മ പോലെ വരുന്നുണ്ട്. എന്ത് പറയും, എനിക്കിങ്ങനെ ഒരു ഐഡിയ തോന്നുന്നുണ്ട്, അപ്പോൾ ശരിയാവുന്നൊന്നും അറിയില്ല, എന്നാലും ഞാനത് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. ഇതും പറഞ്ഞ് നമ്മുടെ സോങ് ആണെങ്കിൽ നേരെ അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴോ നമ്മുടെ ഷെന്നാണെങ്കിൽ അവളുടെ ആ ഐഡലിൻ്റെ ഫോട്ടോയിലൊക്കെ ഉമ്മ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പത്തേക്കും കണ്ണടി ചെറുക്കനാണെങ്കിലോ അവൻ്റെ സിസ്റ്റം ഒക്കെ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട സോങ്ങിന് മനസ്സിലാവും, ഓഹോ ഇങ്ങനെ ഓരോന്ന് ഓസിന് കിട്ടിയത് കൊണ്ടല്ലേ അവൻ്റെ സൈഡ് പോയിട്ട് നിങ്ങൾ ഓരോന്ന് ചെയ്തത്, ഇത്രയും മതി അവന് ചെയ്തു കൊടുത്തത്, ഇനി നിങ്ങളുടെ തെറ്റ് തിരുത്താനുള്ള അവസരമാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യണമെന്ന് പറയുന്നു. എന്നിട്ട് ഇവരെയും കൊണ്ട് സോങ്
ആണെങ്കിൽ ജിയുടെ ബേസ്മെന്റിലോട്ടാണ് പോകുന്നത്. അവിടെ കേറിയതും കണ്ണടിച്ചേർക്കുന്ന ഷെന്നും കൂടി അവിടെ ഒട്ടിച്ചിരിക്കുന്ന ഫോട്ടോസിന്റെ ആ വാള് കണ്ടിട്ട് ഭയങ്കരമായിട്ട് സർപ്രൈസ് ആണ്. കാരണം ഇത്ര അവര് പ്ലാൻ ചെയ്തിട്ടാണോ ഓരോത് ചെയ്യുന്നതെന്ന് ഓർത്ത്. എന്നിട്ട് സോങ് ആണെങ്കിൽ അവളുടെ പ്ലാൻ പറയുകയാണ്. ഒന്നാമത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഇവളാണെങ്കിൽ ഓഫീസിൽ ചെന്നിട്ട് എല്ലാവർക്കും ഫുഡ് കൊടുക്കുകയാണ്. ഫുഡ് കേൾക്കുമ്പോഴത്തേക്കും എല്ലാവരും ഓടി വന്ന് കഴിക്കുകയാണ്. എന്നിട്ട് ഓൾറെഡി ആണെങ്കിൽ ജി പറഞ്ഞിട്ടുണ്ട് ആ 3 പേരെ കുറിച്ച്, അതായത് മെയിൻ ആയിട്ട് ആ ഗ്യാങ്ങിലെ ആൾക്കാരെ. എന്നിട്ട് അവരോടാണെങ്കിൽ നമ്മുടെ സോങ് ആണെങ്കിൽ ഒരു കൂട്ട് സൃഷ്ടിക്കുന്നുണ്ട്. അതിനുശേഷം ഇവരുടെ രണ്ടാമത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഇവരുടെ ഓഫീസിൽ തന്നെ ഇവർക്കൊരു ചെറിയൊരു ഷോപ്പും കൂടി ഉണ്ട്. അപ്പൊ അവിടെയാണെങ്കിൽ എല്ലാവരും വന്നിങ്ങനെ ഇടയ്ക്കൊക്കെ വന്നിരിക്കുന്ന സ്ഥലങ്ങളാണ്, ഓരോന്ന് ഷോപ്പ് ചെയ്യുന്നതൊക്കെ. അപ്പൊ അവിടെ ഒരു സ്റ്റാഫായിട്ട് നമ്മുടെ ഷെൻ അവിടെ വർക്ക് ചെയ്യുകയാണ്. അപ്പൊ എല്ലാവരും ഓരോ ഗോസിപ്പൊക്കെ പറഞ്ഞു നടക്കുന്നത് അവിടെ കേൾക്കാൻ പറ്റുമല്ലോ. അങ്ങനെ അവൾ കുറച്ച് കാര്യങ്ങളും അവിടെ നിന്ന് അറിയുന്നു. പിന്നെ മൂന്നാമത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഈ പ്രിന്റ് വഴിയാണല്ലോ നമുക്ക് ഈ ലീക്ക് ആയത് കാര്യങ്ങളൊക്കെ. അപ്പൊ അതാണെങ്കിൽ നമ്മുടെ സി വന്നിട്ട് അതിൽ കോഫി ഒഴിച്ച് അത് കംപ്ലൈന്റ് ആയെന്ന് പറഞ്ഞിട്ട് അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ണടി ചെറുക്കൻ വരികയാണ്. എന്നിട്ട് അത് റിപ്പയർ ചെയ്യുന്ന പോലത്തെ അതിലിങ്ങനെ എല്ലാം ഓരോന്ന് നോക്കി അവൻ കണ്ടുപിടിക്കുകയാണ്. കാരണം ഓൾറെഡി ഇതിൽ നിന്ന് ആരോ അത് കോപ്പി ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന്. അങ്ങനെ ഇവർ 3 പേരും കൂടി ഇത്രയും കിട്ടിയ സംഭവങ്ങളൊക്കെ കൂടിയിരുന്ന് ആലോചിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ജി ചോദിക്കുകയാണ് ആരാണ് ഇത് അവസാനമായിട്ട് പ്രിന്റ് ചെയ്തെടുത്തതെന്ന്. അപ്പൊ ജി അങ്ങ് പറയുന്നുണ്ട് ഞാനും സിയും കൂടിയാണെന്ന്, പക്ഷെ അത് ഡിലീറ്റ് ചെയ്തതാണ്. അതുമല്ല അവിടെ 3ാമതൊരാള് ഉണ്ടായിരുന്നു എന്നാണ് നമ്മുടെ സോങ് പറയുന്നത്. എന്നാലും അത് ആരായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ ഡൗട്ട് അടിക്കുന്നത് അതിൽ ഒരുത്തനെയാണ്. അപ്പോൾ നമ്മുടെ ഷെൻ പറയുന്നുണ്ട് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല, കാരണം അവനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. ഷെൻ ആണെങ്കിൽ ആ ഷോപ്പിൽ നിന്ന സമയത്താണെങ്കിൽ ഒരു പെണ്ണ് വന്നിട്ട് അവിടുന്ന് സാധനങ്ങൾ വാങ്ങി കൊടുക്കുന്നത് ഈ സു, അതായത് ഇപ്പോൾ അവരെ സസ്പെക്ട് ചെയ്യുന്ന ആള്, അവന്റെ ATM കാർഡാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും അവൾക്ക് മനസ്സിലായത് ഇത് അവന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന്. അതുമല്ല അവൻ എന്നും രാത്രി ഇവളുടെ കൂടെയാണ് ഡേറ്റിങ്ങിന് പോകുന്നത്. അപ്പോൾ തീർച്ചയായും അവനല്ല എന്ന് പറയാൻ പറ്റും. ബാക്കി ആരാന്ന് ഡൗട്ട് ഇവരിൽ ഉടലെടുക്കുന്നു. എന്നിട്ട് ഇവരാണെങ്കിൽ ഇവരുടെ അടുത്ത പ്ലാൻ എടുക്കുകയാണ്. ഇതെന്ന് പറയുന്നത് ഇവരാണെങ്കിൽ ഓഫീസിൽ വന്നിട്ട് ഒരു സാധനം വെക്കുന്നുണ്ട്. അത് ശരിക്കും എനിക്ക് എന്താണെന്നറിയില്ല. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഓഫീസിൽ നിന്ന് എന്ത് ഫയലാണെങ്കിലും ആർക്കെങ്കിലും അയച്ചാലും എന്ത് കാണിച്ചാലും അതെനിക്ക് മനസ്സിലാകും, അങ്ങനെ എന്തൊരു ജാമറാണ്. അപ്പൊ അതാണെങ്കിൽ അവിടെ വെച്ചിട്ട് പറയും എന്തായാലും നമ്മുടെ ഈ കാര്യം ലീക്ക് ആയത് ഇവിടുത്തെ ആരോ ഒരാൾ കാരണമാണ്. അത് അയാൾക്കും അറിയാം എനിക്കും അറിയാം, എന്തായാലും ഞാൻ ഇതിലൂടെ ഇത് കണ്ടെത്തുമെന്ന്. എന്നിട്ട് അവൻ പോകുന്നു. അപ്പോൾ ജിയാങ് പറയുന്നുണ്ട് സി നിനക്ക് ഇതിൽ ആരെങ്കിലും ഡൗട്ട് ഉണ്ടോന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ ഇത് ഭയങ്കര കൺഫ്യൂഷനാണ്, കാരണം എല്ലാവരും നോർമൽ പോലെയാണ് ബിഹേവ് ചെയ്യുന്നതെന്നും അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ അങ്കിളിനെ ആരോ വിളിച്ച് പറയുകയാണ്. അപ്പോൾ അങ്കിൾ ഇങ്ങനെ പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട, നമ്മൾ പിടിക്കപ്പെട്ടാലും ഞാനത് എങ്ങനെയും മാനേജ് ചെയ്തോളാന്ന്. എന്നിട്ട് സോങ്ങിന്റെ ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കിയിട്ടാണെങ്കിൽ അയാളാണെങ്കിൽ നമ്മുടെ ജിങ്കിക്ക് മെസ്സേജ് അയക്കുകയാണ്, ഇങ്ങനെ ഇതെല്ലാം കാണിച്ചത് സോങ് ആണെന്ന് നീ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ജിങ്കി ആണെങ്കിലോ അപ്പം തന്നെ നമ്മുടെ ജിക്ക് ആ തെളിവ് സഹിതം അയച്ചു കൊടുക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ ഇത് നമ്മുടെ സോങ്ങും ജിയും കൂടി ഒരുമിച്ചാണ് കാണുന്നത്. അപ്പൊ സോങ് ആണെങ്കിൽ നോക്കുന്നുണ്ട്, ഇവളെന്ത് മണ്ടിയാണ്, ഇവളെ അയാള് വെപ്പണായിട്ട് ഉപയോഗിക്കുന്നത് പോലെ ഇവൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളിങ്ങനെ പിറുപിറുകയാണ്. എന്നിട്ട് അപ്പത്തേക്ക് ഒരു ഐഡിയ കത്തുകയാണ്. എന്തായാലും ജിങ്കി ആണെങ്കിൽ നമ്മുടെ ജീനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കല്ലേ, അതുകൊണ്ട് തന്നെ ഇവൻ തിരിച്ചും ആ ഇഷ്ടം കാണിക്കുകയാണെങ്കിൽ അവൾ എന്തായാലും ഇത് പറയുമെന്ന്. അങ്ങനെ അവര് പ്ലാൻ ചെയ്യുകയാണ്. എന്നിട്ട് പിന്നെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ, ഭയങ്കര രസം. അതാണെങ്കിൽ നമ്മുടെ ജി എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടും കൂടെ കളിച്ച് പിന്നെ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് റൊമാൻസിലോട്ടും പോകുന്നുണ്ട്. ഇടയ്ക്കിന്റെ സൗണ്ട് ഇങ്ങനെ ഇടറി പോകുന്നുണ്ട്, ഇപ്പൊ പറയുമ്പോൾ പോലും പോകുന്നുണ്ട്. അത് നിങ്ങൾ വലിയ കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ പിള്ളേരെ. പിന്നെ അടുത്ത സീനിലായിട്ട് കാണുന്നതോ ഇവരാണെങ്കിൽ പ്ലാൻ നടപ്പിലാക്കാൻ പോവുകയാണ്. കണ്ണാടി ചെറുക്കനാണെങ്കിൽ ആ ഷോപ്പിലുള്ള CCTV ഫുട്ടേജ് ഒക്കെ അവന്റെ കൺട്രോളിലാക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ സി ആണെങ്കിൽ ഇവൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇവളുടെ മനസ്സിൽ ഇവനോട് എന്തോ ഒരു ഇഷ്ടം തോന്നുന്നുണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഷെൻ ആണെങ്കിലോ അവിടെ പോയിട്ട് ഒരു സീറ്റ് ആണെങ്കിൽ റിസർവ് ചെയ്ത് വെക്കുകയാണ് ഇവർക്ക് വേണ്ടി. ഇതേ സമയത്താണെങ്കിൽ ജിയും സോങ്ങും കൂടി ഇതിന്റെ അപ്പുറത്ത് തന്നെ ഷോപ്പിലുണ്ട്. അവൾ നിന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, നിനക്ക് എല്ലാ ഓർമ്മയും നിൽക്കണം, ഞാൻ ഇന്നലെ പറഞ്ഞു തന്നില്ല, അതൊന്നും മറക്കരുത്. നിനക്കാണെങ്കിൽ നിന്റെ ഇങ്ങനെ മനസ്സ് ബ്രോക്കായ പോലെ വേണം നീ അഭിനയിക്കാൻ വേണ്ടിയിട്ട്, കാരണം ഞാൻ നിന്നെ ഇല്ലേ വേദനിപ്പിച്ചു, ആ ഒരു റിയാക്ഷൻ നീ അവളിൽ കാണിക്കണം എന്നൊക്കെ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ പുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇവനൊന്നും അത് മനസ്സിലാവുന്നില്ല. എന്നിട്ട് ഇവനിങ്ങനെ ലാസ്റ്റ് പറയുന്നുണ്ട്, എടി എനിക്ക് എല്ലാം ഓർമ്മയുണ്ട്,
പക്ഷെ നീ പറയുന്ന പോലെ ചെയ്യാൻ പറ്റുമോ എനിക്ക് അറിയില്ല. ആ സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ എന്തായാലും ചെയ്യാം. എന്തായാലും ഇത് നിന്റെ പ്ലാൻ അല്ലേ, അതെന്തായാലും സക്സസ് ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന്. അപ്പോൾ ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്. ഓ വലിയ കാര്യമായി. എന്നിട്ടാണെങ്കിൽ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവൻ അങ്ങോട്ട് പോവുകയാണ് ജിങ്കി വന്നത് കണ്ടപ്പോൾ. ഇതേ സമയം ജിയാങ്കാകട്ടെ അവിടെയുള്ള ഒരുത്തൻ്റെ കയ്യിൽ അവൻ്റെ കാർഡ് കൊടുത്തിട്ട് പറയണ എല്ലാവർക്കും കോഫി വാങ്ങി കൊടുക്കാൻ. ഇവനാണെങ്കിലോ ബെസ്റ്റ് ആളാട്ടോ. ഇവനൊരു കാര്യം അറിഞ്ഞാൽ അത് ആ ഓഫീസ് മൊത്തം അറിഞ്ഞ പോലെയാണ്. അതുകൊണ്ടാണ് ഇവരെ തന്നെ സെലക്ട് ചെയ്ത് അങ്ങോട്ട് കോഫി മേടിക്കാൻ പറഞ്ഞയക്കുന്നത്. അതാവുമ്പോൾ അവിടെ നടക്കുന്ന കാര്യം എന്തായാലും എല്ലാവരെയും അറിയിക്കണം. അതാണ് ഇവരുടെ ലക്ഷ്യം. ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന് നമുക്ക് പോലും അറിയില്ല. ഷോപ്പിൽ വന്നിട്ട് ജിയാങ്കി ആണെങ്കിലോ അവനോട് ഇങ്ങനെ സോങ്ങിന്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവനാണെങ്കിലോ അതൊക്കെ കേട്ട് മിണ്ടാതിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സോങ് ഇങ്ങനെ പറയുന്നുണ്ട്, ഏടാ ഞാൻ പറഞ്ഞൊന്ന് പറ എന്ന് പറയുന്നുണ്ട്. ഇവൻ അത് കേട്ടിട്ട് പോലും ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇവളിങ്ങനെ പിന്നെയും ഇങ്ങനെ എരികേറ്റിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഇവന് ദേഷ്യം വന്നിട്ട് ഇവൻ അവിടെ എഴുന്നേറ്റ് പോവുകയാണ്. അപ്പൊ സോങ് വിചാരിക്കുകയാണ് എല്ലാം തീർന്നു, ഇവനെല്ലാം നശിപ്പിച്ച് ആരോടാണോ ഈ അഭിനയിക്കാൻ പറഞ്ഞു വിട്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളിങ്ങനെ പിറുപിറുക്കുകയാണ്. അപ്പൊ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ജിങ്കയാണെങ്കിൽ ഓടി വന്ന് അവനിങ്ങനെ ബാക്കിലൂടെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പിന്നെ അവളുടെ സോങ്ങിന്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ തൊട്ടും പ്രതീക്ഷിക്കില്ല. അപ്പത്തേക്ക് നമ്മുടെ അല്ലേ ജി പറയാണ്, അവളെന്റെ മനസ്സ് തകർത്തും, ഞാൻ അവളിൽ നിന്ന് ഇതൊന്നും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അഭിനയിക്കുകയാണ്. ഇവന്റെ ഈ അഭിനയം കണ്ട സോങ് ആണെങ്കിലും, ഓ എടാ നീ എന്നെ ഇംപ്രസ് ആക്കി, നിനക്ക് ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ അറിയാവോ, നിനക്ക് സിനിമയിൽ വല്ലതും പൊക്കോടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടാണെങ്കിൽ അങ്ങോട്ട് ചെല്ലുകയാണ്. ഇവിടെ ചെല്ലുമ്പോഴത്തേക്ക് അതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ അനിയൻകുട്ടൻ വരികയാണ്. അനിയൻകുട്ടൻ വന്നിട്ട് ഏടാ നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്, നീ ആ സോങ്ങിനെ ചീറ്റ് ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വരികയാണ്. നമ്മുടെ ജിയാണെങ്കിൽ ഇത് കണ്ട് ഞെട്ടുകയാണ്. കാരണം ഇവന്റെ പ്ലാനിൽ ഇല്ലാത്ത ഒരാളാണ് വന്നിട്ട് ഈ അഭിനയിക്കുന്നത്. ഇവിടെ അഭിനയല്ല കേട്ടോ, ഇവനെ ശരിക്കും റിയാക്ട് ചെയ്യുകയാണ്. പ്ലാനൊക്കെ വിചാരിച്ച പോലെ നടക്കാത്തതുകൊണ്ട് ഇനി എന്തൊക്കെ പുകിലുകളാണ് ഉണ്ടാവുന്നത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തും കമന്റ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.